കഥയിൽ നിങ്ങളുടെ റോൾ? നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല ഭായി. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും തീവണ്ടി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ വീണ്ടും അങ്ങനെ 2 മാസം ഇടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് പോകുന്നു. നല്ല വെയിലുണ്ട്, ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിക്കോട്ടെ കൊണ്ട് വണ്ടിൻ്റെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ വണ്ടി കൊണ്ടുപോയിട്ട് നമുക്ക് മുതലാവണ്ട. അപ്പോൾ വണ്ടിൻ്റെ മൈലേജ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ വണ്ടി ഫുള്ള് ഇപ്പോൾ ടാങ്ക് കാലിയാക്കി നമ്മൾ 5 ലിറ്റർ പെട്രോൾ അടിച്ചിട്ടുണ്ട്. 5 ലിറ്ററിൽ എത്ര കിലോമീറ്റർ ഓടും നമ്മൾ നോക്കാം. അപ്പോൾ നമ്മളുള്ളത് നമ്മുടെ വടക്കഞ്ചേരി ചോട്ടുപാടത്താണ്. പിന്നെ നേരെ പോകണം. 300 കിലോമീറ്ററാണ് ടോട്ടൽ. അപ്പോൾ നമുക്കൊരു ഇപ്പോൾ സമയം 12:30 കഴിഞ്ഞു. ഓക്കെ, ഏകദേശം ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് ഫില്ലാക്കിയിട്ട് 5 ലിറ്റർ നമ്മൾ അടിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി നോക്കാം എത്ര കിലോമീറ്റർ വണ്ടി ഓടുന്നു. എല്ലാവരുടെയും ചോദ്യം മൈലേജ് എത്ര. അപ്പോൾ നമ്മൾ മൈലേജ് നോക്കിയിട്ട് ബാക്കി കാര്യം. അപ്പോൾ നമുക്ക് നേരെ പോവാം. നമ്മളിപ്പോൾ കുതിരാൻ്റെ തുരങ്കത്തിൻ്റെ അടുത്തെത്തി. നമ്മൾ എപ്പോഴും തുരങ്കം വീഡിയോ എടുക്കുമെങ്കിലും ഇന്നൊരു വെറൈറ്റിക്ക് നല്ല അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റായിട്ട് കണ്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ നമുക്ക് നേരെ ആലപ്പുഴയ്ക്ക് പോകാം. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് തിരുവനന്തപുരം പോകാം. ഗൈസ്, അങ്ങനെ നമ്മൾ 2ാമത്തെ ടോളായ പാലിയേക്കര ടോളും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം റോഡിൽ ബ്ലോക്ക് കാര്യങ്ങളൊന്നുമില്ല. ഉച്ച ടൈമാണ്, ഏകദേശം ഇപ്പോൾ 1 മണി ആ ടൈമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, റൈറ്റ് സൈഡ് ഭാരത് ബെൻസിന് പുതിയൊരു ചേസ് മറ്റേ പെട്ടി കെട്ടാൻ കൊണ്ടുപോകുന്ന വണ്ടി കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയതാണ്. അടിപൊളി സാധനം. അപ്പോൾ നമുക്ക് നേരി പോവാം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ആലപ്പുഴ അങ്കമാലി എത്തിയിട്ടുണ്ട്. അങ്കമാലി കെ സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഗൈസ്, പോകുന്ന വഴിക്ക് അങ്ങനെ നമ്മൾ പള്ളി കണ്ടപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ നിന്ന് കയറിയതാണ്. അപ്പോൾ പള്ളിയിൽ കയറി നമ്മൾ വണ്ടിയൊക്കെ അവിടെ വെച്ച് നമുക്ക് ഇനി നേരെ നിസ്കരിച്ചിട്ട് അങ്ങനെ പോവാം. അപ്പോൾ നമ്മൾ ഏകദേശം ആലപ്പുഴ ജില്ല എത്തി. ആലപ്പുഴ ജില്ലയിൽ കയറി കുറച്ചായിട്ടുള്ളൂ. ഇവിടെ റോഡൊക്കെ പണി നടക്കുന്നുണ്ട്. ഫുള്ള് ബ്ലോക്ക് കാര്യം പൊട്ടിയൊക്കെയാണ്. അതുകൊണ്ട് വീഡിയോസ് അങ്ങനെ എടുക്കാറൊക്കെ കഴിഞ്ഞ് നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി നിസ്കരിച്ചിട്ട് പോവാം. ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ ആ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് എല്ലാം ഇറങ്ങി നേരെ നമ്മൾ നല്ല വിശപ്പ്. അപ്പോൾ സമയം 4 മണി ആ ടൈമായി. അപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ തപ്പി അങ്ങനെ ഇറങ്ങിയപ്പോൾ ഒരു ഹോട്ടൽ ഉണ്ട്, അങ്ങനെ നിർത്തി. അപ്പോൾ 4 മണിയായിട്ട് ചോറ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ചോറ് കിട്ടി. ചോറൊക്കെ കഴിച്ച് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ആലപ്പുഴ ബീച്ചിക്ക് ഇനി ഒരു 10-20 കിലോമീറ്റർ അങ്ങനെ ബീച്ച് ലക്ഷ്യമിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബീച്ച് തപ്പി ഏതൊക്കെ ഓട് വഴി എത്തി. ഗൈസ്, ഇത് ഇവിടെ ബീച്ചിക്ക് പോകുമെന്ന് ഏട്ടനോട് ചോദിച്ചപ്പോൾ ആൾ ബീച്ചിക്കൊക്കെ പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നേരെ പോയി നോക്കാം. അങ്ങനെ നമ്മൾ ഫൈനലി ബീച്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വേണ്ട കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എടുത്തിട്ട് പോകണമെങ്കിൽ പൊയ്ക്കോട്ടെ എന്നുള്ള രീതിക്കാണ് ഞാൻ പോയത്. ഞാൻ പോയി ഒറ്റയ്ക്ക് സോളോ ബീച്ച്. ഞാൻ ഓൾറെഡി ആലപ്പുഴ വർക്ക് ചെയ്യേണ്ട നമ്മൾ ഒറ്റയ്ക്ക് ബീച്ചിലൊക്കെ വന്ന് എൻജോയ് ചെയ്യലൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് വലിയ വിഷയമില്ല. അങ്ങനെ നമ്മൾ നേരെ പോയി ആദ്യം ഒരു ചോക്കോബാർ ഐസ്ക്രീം വാങ്ങി. അങ്ങനെ വെച്ചാൽ ഒറ്റയ്ക്ക് ബീച്ചിൽ പോയിട്ട് ഈ ചോക്കോബാർ ഐസ്ക്രീം ഇങ്ങനെ കഴിച്ചിട്ടിരിക്കുന്നത് ഒരു കിട്ടുന്നൊരു വൈബില്ലേ, അത് വേറെ രസമാണ്. ആരും ശല്യമില്ലാണ്ട് ഒറ്റയ്ക്ക് സമാധാനത്തിൽ അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. ട്രൈ ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് പണ്ടേ എൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഈ ഉപ്പിലിട്ട ഐറ്റംസ്. അങ്ങനെ മാങ്ങ അങ്ങനെ കുറച്ച് അങ്ങനെ കണ്ടപ്പോൾ നല്ലൊരു എരിവുള്ളൊരു മാങ്ങ കണ്ടപ്പോൾ വാങ്ങി. പക്ഷേ നമ്മൾ പാലക്കാട് എന്ത് എരിവ്, ഈ കാര്യമായിട്ടുള്ള എരിവൊന്നുമില്ല, എങ്കിലും സാധനം കൊള്ളാം. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ നൈസായിട്ട് ഒരു 3/4 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്ത് നേരെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ആവാൻ തുടങ്ങിയപ്പോൾ ഞാൻ വേഗം അവിടെ നിന്ന് വിട്ടു. ആ ഒരു അവിടെ കണ്ട പാലത്തിൽ കയറാൻ വേണ്ടിയാണ് ഇത്രയും ദൂരം ചുറ്റി വരുന്നത്. ഏരിയ കൂടെയൊക്കെ ഉള്ളിൽ കൂടെയൊക്കെ വരുന്നു ആ പാലത്തിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ മെയിൻ റോഡ് എത്തിയപ്പോൾ മാപ്പ് നോക്കിയപ്പോൾ തിരുവല്ല വഴിയാണ് എളുപ്പമെന്ന് കാണിച്ചു. തിരുവല്ല വഴി അങ്ങനെ MC റോഡ് വഴി കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ചങ്ങനാശ്ശേരിക്ക് റോഡ് കണ്ടിട്ട് ചങ്ങനാശ്ശേരി റോഡിൽ കയറി അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ നമ്മളൊരു പാലമൊക്കെ കണ്ട് ഇങ്ങനെ ആ പാലത്തിൻ്റെ താഴെ അത്യാവശ്യം കായലും കാര്യങ്ങളൊക്കെ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു അടിപൊളി സ്ഥലം. പിന്നെയാണ് അറിഞ്ഞത് കുട്ടനാടാണെന്ന്. നമുക്ക് അപ്പോൾ അറിഞ്ഞില്ല, മാപ്പ് കാര്യങ്ങൾ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കൂടുതൽ ഞാൻ ഇത്തവണ എല്ലാ ആൾക്കാരോട് ചോദിച്ച് അങ്ങനെ പോയത്. അപ്പോൾ സംഭവം നമ്മൾ 2 പാലം കണ്ടു, 2 വേറെ പാലമാണ്. സംഭവം ഒരു നൈസ് വൈബ്. ഇവിടെയൊക്കെ നേരത്ത് വന്നിരിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമായിരിക്കും. അങ്ങനെ നമ്മൾ പോയ ശേഷം നമ്മൾ ഏകദേശം നെൽപ്പാടങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ നാട് പോലെ തന്നെ തോന്നിയപ്പോൾ അങ്ങനെ എടുത്ത് വീടാണ്. അപ്പോഴേക്ക് ഏകദേശം ഇരുട്ടായിക്കൊണ്ടിരുന്നു. ഫോണിൽ ചാർജും കുറവായതുകൊണ്ട് പിന്നെ അങ്ങനെ അധികം വീഡിയോ എടുക്കാനില്ല. അങ്ങനെ നേരെ നമ്മൾ തിരുവല്ല ലക്ഷ്യമായിട്ട് പോയി.
ഗൈസ് അപ്പോൾ അങ്ങനെ ചങ്ങനാശ്ശേരി എത്തിയപ്പോൾ ഏകദേശം നമ്മുടെ വണ്ടിയിൽ പെട്രോൾ കഴിഞ്ഞു. അപ്പോൾ മീറ്ററൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്രോൾ നമ്മൾ എങ്ങനെ കിലോമീറ്റർ കണക്കാക്കിയാൽ കിലോമീറ്റർ നമ്മൾ ഗൂഗിൾ മാപ്പ് വെച്ച് കണക്കാക്കിയപ്പോൾ ഏകദേശം 175 കിലോമീറ്റർ മേലെ നമ്മൾ ഓടിയിട്ടുണ്ട്. ഏകദേശം ഒരു 35 കിലോമീറ്റർ മൈലേജ് നമ്മുടെ വണ്ടിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പെട്രോൾ ഓൾറെഡി വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ടാങ്ക് ഫുള്ള് കാലിയായി. നമ്മൾ പെട്രോളൊക്കെ അടിച്ചൊഴിച്ച് നേരെ നമ്മൾ തിരുവള്ളി നമ്മുടെ ആൻസിനെ കണ്ടുപിടിച്ചിട്ട് നീണ്ട 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പോകുന്ന വഴിക്ക് നമ്മുടെ ആൻസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് തിരുവല്ലിയിൽ നിന്ന്. എന്താണ് വിശേഷങ്ങൾ? നമ്മൾ ആൻസിന്റെ ഷോപ്പിലാണ് ഗൈസ്. ആൻസനാണ് ഈ ഷോപ്പ് മൊത്തം കൺട്രോളിങ്. ആൻസിന്റെ ബ്രാൻഡ് ഇന്ന് കഴിയാണ് ഗൈസ്. അതിന്റെ സന്തോഷത്തിലാണ് ആൻസൻ. വണ്ടിയൊക്കെ ഫുള്ള് ചളിയായി ഗൈസ്. 13 ബ്രോ നമ്മൾ ആൻസിന്റെ അടുത്ത് യാത്ര പറഞ്ഞ് പോവാണ്. ഫാൻസാ കാണാം പരിപാടിയൊക്കെ ഉഷാറാക്കുക. അടിപൊളി ടെക്നീഷ്യനായിട്ട് വാ. ഓക്കെ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ രണ്ടാമത് ആ 1 ലിറ്റർ ഒഴിച്ചത് അതും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. രണ്ടോ അതിനോട് ഒരു കൺഫർമേഷൻ കൂടി ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ പന്തളമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് പന്തളമൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 10-35 കിലോമീറ്റർ അപ്പോഴും അതുപോലെ തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അങ്ങനെ പെട്രോൾ അടിച്ചിട്ട് മൈലേജ് നോക്കാണ്ട് അങ്ങനെ കത്തിച്ചു വിട്ടു. കാരണം എനിക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ എത്താൻ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പോളം 9:45 എത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ ഏകദേശം ഒരു 9:09 നമുക്കൊക്കെ എത്തിയായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ നേരെ കത്തിച്ചിട്ടുകൊണ്ട് മൈലേജൊക്കെ ഷോർട്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പെട്ടെന്ന് ഏകദേശം നമുക്ക് വെഞ്ഞാറ നമ്മൾ എത്താറായിട്ടുണ്ട്. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മുടെ ഗൾഫ് മൊബൈൽസ് വെഞ്ഞാറമ്മൂട് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഏകദേശം ഒരു 9:45 എത്തും പറഞ്ഞ് നമ്മളൊരു 9:20 നമുക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോസ് നമ്മൾ ഇവിടുന്ന് പവറാക്കി ചെയ്യുന്നതായിരിക്കും. ഇത്രയും നമ്മുടെ പേജൊക്കെ ഒന്ന് ഓഫായിരുന്നു. നമ്മളിപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിലും അതായിരിക്കും. ടാറ്റ ബൈ ബൈ.